ഇടതുപക്ഷം കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിൻ്റെ തകർച്ചയായിരിക്കും. തികച്ചും അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യവും അതാണ്. കാരണം കേരളത്തിൽ ഞങ്ങൾക്കെതിരായി ഇത്തരമൊരു വിധി ഉണ്ടാകും എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. കാരണം ഈ 1957 ഒന്നാം ഗവൺമെൻറ് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു വലിയ മാറ്റം, വലിയ പുരോഗതി, അത്ഭുതാവഹമായ വളർച്ച നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതിൽ കഴിഞ്ഞ 10 വർഷം വളരെയധികം വളർച്ചയുണ്ടായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ സർവ്വതോന്മുഖമായ മേഖലയിൽ ഒരു വൻ പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ആ ഗവൺമെൻറ് വീണ്ടും ജനങ്ങളോട് അഭ്യർത്ഥിച്ചാൽ, തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചാൽ സാമാന്യഗതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിധിയുണ്ടായത്. ഇനിയിപ്പോൾ ഇന്നത്തെ നിലയിൽ കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്ത് ഭാവി രാഷ്ട്രീയത്തെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കേരളത്തിൻ്റെ തന്നെ സമഗ്രമായ പുരോഗതി, അഭിവൃദ്ധി, ഇന്ന് തുടങ്ങി വച്ചിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും, ജനക്ഷേമകരമായ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് വേണം തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കാൻ. അത്തരമൊരു നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാനതല യോഗം ചേർന്ന് അതിൻ്റെ നിലപാട് കൺവീനർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം പത്രക്കാരെ അറിയിക്കാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹവും പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ജനങ്ങൾ വളരെ സശ്രദ്ധം നിരീക്ഷിക്കുന്നുണ്ട്. മാധ്യമക്കാരായ നിങ്ങളും നല്ലതുപോലെ ആ ഓരോ വാർത്തകളും അതിൻ്റെ ഓരോ വാക്കുകളും നല്ലതുപോലെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷം കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിൻ്റെ തകർച്ചയായിരിക്കും.